ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഇവിടെ ക്ലാസ് എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് മേജർ ഇഷ്യൂസ് ഇൻ ക്ലാസ് റൂം അസസ്മെൻറ്റ് എന്നതാണ്. എന്താണ് ക്ലാസ് റൂം അസസ്മെൻറ്റിൽ ഉണ്ടാകുന്ന ഇഷ്യൂസ് എന്നതാണ് നമ്മൾ നോക്കുന്നത്. അതിനു മുന്നേ നമുക്ക് എന്തറിയണം? ഇഷ്യൂസ് ഓഫ് ക്ലാസ് റൂം അസസ്മെൻറ്റ് മുന്നേ എന്താണ് അസസ്മെൻറ്റ് എന്നറിയണം. അസസ്മെൻറ്റ് എന്ന് വെച്ചാൽ ഒരു ബ്രോഡ് ടേം ആണ്. ഒരു കുട്ടിയുടെ ഒരു പ്രത്യേക ഡൊമൈനിലുള്ള നോളേജും സ്കിൽസും ഒക്കെ വെച്ചിട്ടുള്ള ഇതാണ് അസസ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ അസസ്മെൻറ്റ് അറിയണമെങ്കിൽ നമുക്ക് ടെസ്റ്റ് എന്താണെന്ന് അറിയാമല്ലേ. എക്സാം ഒക്കെ നടത്തുന്നതാണ്. അതിന് മെഷർമെൻറ്റ് എന്ന് വെച്ചാൽ അതിനൊരു മാർക്ക് ഇടുന്നതാണ്. എന്നാൽ ഈ അസസ്മെൻറ്റ് എന്ന് വെച്ചാൽ ഇങ്ങനെ കിട്ടുന്ന മാർക്കും ആ കുട്ടിയുടെ സ്കില്ലും തമ്മിൽ എത്രത്തോളം ബന്ധപ്പെട്ട് കിടക്കുന്നു, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ആ റിലേഷൻ എത്രത്തോളമാണ് ആ ഒരു മെഷർമെൻറ്റ് എന്ന് നോക്കുന്നതാണ് ഈ അസസ്മെൻറ്റ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ മൊത്തത്തിൽ അവരുടെ ഒരു ഡൊമൈനിലുള്ള സ്കില്ലും നോളേജൊക്കെ വെച്ചിട്ടാണ് അസസ്മെൻറ്റ് നടത്തുന്നത്. ഈ അസസ്മെൻറ്റ് എന്ന് വെച്ചാൽ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണെന്നാണ് പറയുന്നത്. പിന്നെ ഈ അസസ്മെൻറ്റ് പ്രധാനമായിട്ടും നമ്മൾ നടത്തുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കുട്ടികളും എത്രത്തോളം അവരുടെ എബിലിറ്റീസ് മനസ്സിലാക്കാനും, അല്ലെങ്കിൽ ടീച്ചറിന് കുട്ടികളുടെ എബിലിറ്റീസ് മനസ്സിലാക്കാനും എത്രത്തോളം എഫക്റ്റീവായിട്ടാണ് അവരുടെ ലേണിംഗ് പോകുന്നത് എന്നൊക്കെ അറിയാനാണ്. എന്നാൽ ഈ അസസ്മെൻറ്റിൽ പലതരത്തിലുള്ള ചാലഞ്ചസ് നടക്കുന്നുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ കൂടുതലായിട്ട് നോക്കാൻ പോകുന്നത്. അതിനു മുന്നേ നമ്മൾ കൊമേഴ്സ്യലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ എന്താണെന്ന് പറഞ്ഞു വെക്കുകയാണ്. നമുക്കറിയാം, എല്ലാം കൊമേഴ്സ്യലൈസേഷൻ ആവുന്ന ഒരു കാലഘട്ടത്തിലാണല്ലേ നമ്മളൊക്കെ ജീവിക്കുന്നത്. അപ്പോൾ ഈ കൊമേഴ്സ്യലൈസേഷൻ എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ എഡ്യൂക്കേഷൻ എന്ത് ചെയ്യാണ്? കൊമേഴ്സ്യലൈസേഷപ്പെടുകയാണ്. അതിൻ്റെ ഫലമായിട്ടാണ് നമ്മളുടെ ഇവിടെ പ്രൈവറ്റ് സ്കൂൾസും അല്ലെങ്കിൽ പാരലൽ കോളേജ്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഉണ്ടാവുന്നത്. എല്ലാം പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആയിട്ട്, അതായത് കാശിന് വേണ്ടി മാത്രം ആയിട്ട് മാറുന്നൊരു പ്രോസസ്സാണ് നമ്മൾ ഇന്ന് കാണുന്നത്. പിന്നെ വരുന്നത് എന്ന് വെച്ചാൽ അതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ഉണ്ട്. ഈ കൊമേഴ്സ്യലൈസേഷന് പലതരത്തിലുള്ള മെറിറ്റ്സ് ഉണ്ട്. എന്തൊക്കെയായിരിക്കും കൊമേഴ്സ്യലൈസേഷൻ എഡ്യൂക്കേഷൻ്റെ മെറിറ്റ്സ് എന്ന് വെച്ചാൽ അത് കൂടുതലായിട്ട് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ എക്കണോമിക് ഡെവലപ്മെൻറ്റ്, ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനും അങ്ങനെ സൊസൈറ്റിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. അത് ഈ ടേബിൾ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഡിമെറിറ്റ്സ് ആയിട്ട് പ്രധാനമായിട്ട് വരുന്നത് അത് വളരെ കോസ്റ്റ്ലി ആയിരിക്കും. ഒരു കോമൺ മാനൊന്നും ചിലപ്പോൾ ആക്സസിബിൾ ആവണമെന്നില്ല ഒരു പ്രൈവറ്റ് സ്കൂൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്കൂൾ. പിന്നെ മാത്രമല്ല, മോർ എംഫസിസ് ഓൺ മാർക്സ് ആണ്. പിന്നെ വരുന്നത് പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആണ്. അതൊരു മെക്കാനിക്കൽ പ്രോസസ്സാണ്. മാത്രമല്ല ഓവർ ബർഡൻ ഓഫ് സ്റ്റുഡൻസ് എന്നാണ് പറയുന്നത്. ഇനി അടുത്ത് വരുന്നത് കറണ്ട് ഇഷ്യൂസ് ഇൻ അസസ്മെൻ്റ് ആണ്. എന്താണ് ഇഷ്യൂസ് ഓഫ് അസസ്മെൻറ്റ് എന്തൊക്കെയാണെന്ന് പറയുന്നതിന് മുന്നേ നമുക്ക് കോമൺ ആയിട്ട് എന്തൊക്കെ ഇഷ്യൂസ് വരുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. വീക്കർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലേണിംഗ് ഔട്ട്കം ആൻഡ് അസസ്മെൻറ്റ് എന്നാണ് പറയുന്നത്. അതുകൂടാതെ ലാക്ക് ഓഫ് ട്രാൻസ്പാരൻസി ഇൻ അസസ്മെൻറ്റ് സിസ്റ്റം. ടീച്ചർ ആൻഡ് സ്റ്റുഡൻസ് തമ്മിൽ എന്തുണ്ടാവില്ല? ഒരു ട്രാൻസ്പാരൻസി ഉണ്ടാവില്ല. അതുകൂടാതെ ന്യൂ ഫിലോസഫി വിത്ത് ഓൾഡ് സിസ്റ്റം. മാത്രമല്ല ലിറ്റിൽ യൂസ് ഓഫ് ഒതൻറ്റിക് അസസ്മെൻറ്റ്. ഇങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ക്ലാസ് റൂം അസസ്മെൻറ്റിൽ വരുന്നുണ്ട്. ഈ ക്ലാസ് റൂം അസസ്മെൻറ്റ് പലതരത്തിലുള്ള ടെക്നിക്സ് വളരെ കുറയുന്നത്, അതുകൂടാതെ വേരിയസ് ഇഷ്യൂസ് ഇൻ ഗ്രേഡിങ്, അങ്ങനെയുള്ള കുറേ പ്രോബ്ലംസ് ഇതിൽ വരുന്നുണ്ട്. പിന്നെ ക്വാളിറ്റി ഇഷ്യൂസ്, ക്വാളിറ്റി ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ, അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് അക്കാദമിക് ഇൻറ്റഗ്രിറ്റി, കൺസിസ്റ്റൻസി ഇൻ ലേണിംഗ് എന്നൊക്കെ അതിൽ വരുന്നതാണ്. ഇഷ്യൂസ് ഇൻ ക്ലാസ് റൂം അസസ്മെൻറ്റ് നോക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റും. അതിൽ വരുന്നതാണ് കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അസസ്മെൻറ്റ്, പുവർ ടെസ്റ്റ് ക്വാളിറ്റി, ഡൊമൈൻ ഡിപ്പെൻഡൻസി, മെഷർമെൻറ്റ് ഇഷ്യൂസ്, സിസ്റ്റം ഇഷ്യൂസ് എന്നൊക്കെ. ഇത് കൂടാതെ നമുക്ക് പലതരത്തിലുള്ള റീഫോംസും പഠിക്കാനുണ്ട്. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളതാണ് കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അസസ്മെൻറ്റ്. എന്താണ് കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അസസ്മെൻറ്റ് എന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു കൊമേഴ്സ്യലൈസേഷൻ എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ്? മൊത്തം കൊമേഴ്സ്യലൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രോഫിറ്റബിൾ ആയിട്ട് ഓറിയൻറ്റഡ് ആയിട്ട് മാറുന്നു. അത് തന്നെയാണ് ഇവിടെ കൊമേഴ്സ്യലൈസേഷൻ അസസ്മെൻറ്റും. അതായത് പ്രത്യേക ടൂൾസൊക്കെ വെച്ചിട്ട്, അല്ലെങ്കിൽ പുറത്തുള്ള ഏജൻസിക്കൊക്കെ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മളുടെ എക്സാംസിന് അസസ്മെൻറ്റ് നടത്തുകയാണ്. ഇതൊരു മാർക്കറ്റ് ഓറിയൻറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ അങ്ങനെയാണ് നടത്തുന്ന ഒരു പ്രോസസ്സായിട്ടാണ് വരുന്നത്. ഇങ്ങനെ കൊമേഴ്സ്യലൈസേഷൻ നടത്തുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ടീച്ചേഴ്സ് ആവില്ല നമുക്ക് മാർക്ക് ഇടുന്നത്. അതുകൊണ്ട് നമുക്ക് എന്തുണ്ടാവുന്നു? നമ്മുടെ ലേണിംഗ് ഔട്ട്കം അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചതായിരിക്കില്ല അവരുടെ ഒരു പ്രോസസ് ഓഫ് ക്രൈറ്റീരിയ ഓഫ് മാർക്ക്, അല്ലെങ്കിൽ ഗ്രേഡിംഗ്, അല്ലെങ്കിൽ അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അസസ്മെൻറ്റ് എന്നതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം എന്ന് പറയുന്നത്. ടീച്ചേഴ്സും സ്റ്റുഡൻസും ഒക്കെ ഇന്ന് ഇത്തരം ടൂൾസ് ഉപയോഗിക്കുന്നുണ്ട്. പലതരത്തിലുള്ള ഏജൻസി വെച്ചിട്ടാണ് ഇന്ന് പല തരത്തിലുള്ള നാഷണൽ ലെവലടക്കം എക്സാംസ് നടക്കുന്നത് എന്നത് മറ്റൊരു കാര്യം. ഇറ്റ്സ് ഓപ്പൺ എഫക്ട് സ്റ്റാൻഡേർഡ് ഓഫ് ക്ലാസ് റൂം അസസ്മെൻറ്റ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ക്ലാസ് റൂം അസസ്മെൻറ്റിൽ നോക്കുകയാണെന്ന് വെച്ചാലും അതിൻ്റെ സ്റ്റാൻഡേർഡിനെ, അല്ലെങ്കിൽ അവരുടെ ഒരു വാല്യൂസിനൊക്കെ അത് ബാധിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്.
ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളതാണ് പുവർ ടെസ്റ്റ് ക്വാളിറ്റി. ഒരു ക്വാളിറ്റി ഓഫ് അസസ്മെൻറ്റ് എന്നതിന് കുറച്ച് കാര്യങ്ങൾ ആവശ്യമുണ്ട്. അതിൽ വരുന്നതാണ് വാലിഡിറ്റി, റിലയബിലിറ്റി, ഫെയർനെസ്, ലീഗൽ ഡിഫെൻസിബിലിറ്റി എന്നൊക്കെ. അപ്പോൾ അതൊന്നും ഇല്ലാത്ത, ഈ വാലിഡിറ്റി ഇല്ലെങ്കിൽ അല്ലെങ്കിൽ റിലയബിലിറ്റി ഇല്ലെങ്കിൽ അതൊരു നല്ല അസസ്മെൻ്റ് അല്ല, അതൊരു പുവർ ടെസ്റ്റ് ക്വാളിറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ വാലിഡിറ്റി, റിലയബിലിറ്റി എന്നൊക്കെ നമുക്ക് നോക്കാം. വാലിഡിറ്റി എന്ന് വെച്ചാൽ ഈ അസസ്മെൻ്റ് എയിം ചെയ്യുന്ന കാര്യങ്ങളെയാണ് വാലിഡിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ ഓഫ് ക്വാളിറ്റി ഓഫ് ടെസ്റ്റ്, അതായത് ടെസ്റ്റ് മെഷർ വെർ ഇറ്റ് എയിംസ് ടു മെഷർ. അതെന്താണോ മെഷർ ചെയ്യാൻ ഉദ്ദേശിച്ചത് അത് തന്നെയാണോ അത് മെഷർ ചെയ്യുന്നത് എന്ന് ചെക്ക് ചെയ്യുന്നതാണ് വാലിഡിറ്റി. പിന്നെ എന്ന് വെച്ചാൽ ടെസ്റ്റ് വിത്ത് ഹൈ വാലിഡിറ്റി ഐറ്റംസ് വിൽ ബി ക്ലോസ്ലി ലിങ്ക്ഡ് ടു ദ ടെസ്റ്റ് ഇൻറ്റൻഡഡ് ഫോക്കസ് എന്നാണ് പറഞ്ഞത്. ഇഫ് എ ടെസ്റ്റ് ഹാസ് പുവർ വാലിഡിറ്റി ദെൻ ഇറ്റ് ഈസ് നോട്ട് മെഷർ ദ ജോബ് റിലേറ്റഡ് കണ്ടന്റ്, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അതായത് വാലിഡിറ്റി ഇല്ലാത്ത ടെസ്റ്റ് ആണ് വെച്ചാൽ അത് ഇപ്പോൾ ഒരു ജോബിനുള്ള എക്സാംസ് ആണ് വെച്ചാൽ അത് അത്തരത്തിലുള്ള ആസ്പെക്റ്റിലായിരിക്കില്ല ഒരു പ്രോസസ് ഓഫ് അസസ്മെൻറ്റ് നടത്തുന്നതാണ് പറയുന്നത്. ദെൻ നമുക്ക് പഠിക്കാനുള്ളതാണ് റിലയബിലിറ്റി. റിലയബിലിറ്റി എന്നതെന്ന് വെച്ചാൽ ഒരു കൺസിസ്റ്റൻസി ഇൻ അസസ്മെൻറ്റിനെയാണ് നമ്മൾ റിലയബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ റിലയബിലിറ്റി ഒന്നും ഇല്ലെങ്കിലും അസസ്മെൻറ്റ് എന്താണെന്നാണ് പറയുന്നത്, പുവർ ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ക്വാളിറ്റിയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് പറയുന്നു. ദെൻ ഫെയർനെസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫെയർ ആയിരിക്കണം, അതായത് ഫ്രീ ഫ്രം ബയാസ്, യാതൊരു തരത്തിലുള്ള കൾച്ചറൽ, ജെൻഡർ അങ്ങനെയുള്ള ഇഷ്യൂസ് ആയിട്ടുള്ള ബയാസ് ഒന്നും ഉണ്ടാവാതിരിക്കുക എന്നൊക്കെയാണ് ഫെയർനെസ്. പിന്നെ ലീഗൽ ഡിഫെൻസിബിലിറ്റി, നമുക്കറിയാം പലതരത്തിലുള്ള അസസ്മെൻറ്റ് നടത്തുമ്പോൾ നമുക്ക് അതിൻ്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളോട് കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒന്നും കീപ്പ് ചെയ്യാത്തൊരു അസസ്മെൻറ്റ് എന്ന് വെച്ചാൽ അതൊരു പുവർ ടെസ്റ്റ് ക്വാളിറ്റി ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇനി മൂന്നാമതായി നമ്മൾ നോക്കുന്നത് ഡൊമൈൻ ഡിപ്പെൻഡൻസിയാണ്. നമുക്കറിയാം അല്ലേ, പലതരത്തിലുള്ള ഡൊമൈൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? കൊഗ്നിറ്റീവ് ഉണ്ട്, അഫക്റ്റീവ് ഉണ്ട്, സൈക്കോമോട്ടർ പറഞ്ഞ് പലതരത്തിലുള്ള ഡൊമൈൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഐറ്റം പ്രിപ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു ടീച്ചർ എന്ത് ചെയ്യണം, ഈ ഡൊമൈൻസിലൂടെ ഒക്കെ കടന്നു പോകുന്ന തരത്തിലുള്ള ഒരു അസസ്മെൻ്റ് ആണ് നടത്തേണ്ടത്. എക്സാമിന് പുറമെ മറ്റ് തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ഡൊമൈൻസും നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, അസസ്മെൻറ്റ് നടത്താൻ എന്ന് പറയുന്നത്. എ ടീച്ചർ ഹു ഹാസ് വീക്ക് കൊഗ്നിറ്റീവ് ഡൊമൈൻ ആണ് വെച്ചാൽ അവർക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇടുമ്പോൾ അതിൻ്റെ ഒരു ഇൻഎഫക്റ്റീവ്നെസ് അവിടെ കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ മെഷർമെൻറ്റ് ഇഷ്യൂസ് എന്നാണ്. നമുക്കറിയാം മെഷർമെൻറ്റ് എന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന മാർക്കിനെയാണ് അവിടെ മെഷർമെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ മെഷർമെൻറ്റ് ഇഷ്യൂസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൽ പ്രധാനമായിട്ടും മെഷർമെൻറ്റ് ചെയ്യുമ്പോൾ 4 ആക്ടിവിറ്റീസ് ഉണ്ട്. അതിൽ ഡിസൈനിങ് ഓപ്പർച്യൂണിറ്റി ടു ഗ്യാദർ എവിഡൻസ്, കളക്ടിങ് എവിഡൻസ്, ഇൻ്റർപ്രറ്റിംഗ് എവിഡൻസ്, ആക്ടിങ് ഓൺ ഇൻ്റർപ്രിട്ടേഷൻ എന്നാണ്. ഡിസൈനിങ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, കുട്ടികൾക്ക് എക്സാമിനുള്ള ഒരു അല്ലെങ്കിൽ ഇപ്പോൾ എക്സാം നടത്താന്ന് വെച്ചാൽ അതിനുള്ള ഓപ്പർച്യൂണിറ്റി എടുക്കുക. എന്നിട്ട് കളക്ട് എവിഡൻസ് എന്ന് വെച്ചാൽ നമ്മൾ ആ എക്സാം പേപ്പർ കളക്ട് ചെയ്യുന്നു, എന്നിട്ട് അത് വെച്ച് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു, എന്നിട്ട് ആ ഇൻ്റർപ്രിട്ടേഷൻ ആക്ടിങ് ഓൺ ഇൻ്റർപ്രിട്ടേഷനാണ് ഒരു മെഷർമെൻറ്റ് അല്ലെങ്കിൽ ഒരു മാർക്ക് ഒരു ഗ്രേഡായിട്ട് വന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ളതിൽ എവിടെയെങ്കിലും ഒരു ഇൻ്റർപ്രിട്ടേഷനിലോ എവിടെയെങ്കിലും കളക്ഷനിലോ ഒരു പിഴവ് സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു, അതൊരു വലിയ ഇഷ്യൂ ആയിട്ട് മാറുന്നു അസസ്മെൻറ്റ് എന്നാണ് പറയുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്, ഒരു മാത്സിൽ ഒരു കുട്ടിക്ക് വീക്ക് ലിംഗ്വിസ്റ്റിക് എബിലിറ്റി ഉള്ള കുട്ടിക്ക് മാത്സിൽ നല്ല മാർക്ക് കുറയാണ്. അങ്ങനെ മാത്സിൽ മാർക്ക് കുറയുമ്പോൾ ആ കുട്ടിക്ക് എന്ത് സംഭവിക്കുന്നത്, ആ കുട്ടിയുടെ ലിംഗ്വിസ്റ്റിക് എബിലിറ്റിയാണ് ആ കുട്ടിയുടെ മാർക്കിന് കുറയാൻ കാരണമാകുന്നത്. ഓൾറെഡി ആ കുട്ടി മാത്സിൽ എക്സ്പേർട്ടാണ്, പക്ഷേ അവിടെ എന്ത് സംഭവിക്കുന്നു, ഇൻ്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ ആ ഒരു കറക്റ്റായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാതിരിക്കുന്നത് എന്ത് ചെയ്യുന്നു, ആ കുട്ടിയുടെ ആക്ടിങ് ഓൺ മാർക്ക് അല്ലെങ്കിൽ ആക്ടിങ് ഓൺ ഇൻ്റർപ്രിട്ടേഷൻ അവിടെ മെഷർമെൻറ്റിന് വളരെയധികം ഇമ്പാക്റ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. ഈ സ്റ്റെപ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ നമുക്ക് നോക്കുന്നത് സിസ്റ്റം ഇഷ്യൂസ് എന്താണ് സിസ്റ്റം ഇഷ്യൂസ് എന്ന് വെച്ചാൽ ഒരു സിസ്റ്റം, അതായത് അസസ്മെൻറ്റിന് ഒരു സിസ്റ്റം ഉണ്ടായിരിക്കും, ആ സിസ്റ്റത്തിൽ സംഭവിക്കുന്ന ഇഷ്യൂസ്. സിമ്പിളായിട്ട് പറയാന്ന് വെച്ചാൽ നമുക്കറിയാം ഫോർമാറ്റീവ് അസസ്മെൻറ്റും എന്താണ് സമ്മേറ്റീവ് അസസ്മെൻറ്റ് എന്നൊക്കെ. ഫോർമാറ്റീവ് എന്ന് വെച്ചാൽ നമ്മൾ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് നടക്കുന്ന ഒരു അസസ്മെൻ്റാണ് ഫോർമാറ്റീവ്. സമ്മേറ്റീവ് എന്ന് വെച്ചാൽ എന്താണ്, ടോട്ടലായിട്ട് ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ടാണ്. അപ്പോൾ നമുക്കറിയാം ഫോർമാറ്റീവിൽ നല്ല പെർഫോമൻസ് കാണിക്കുന്ന കുട്ടിക്ക് ഓൾറെഡി സമ്മേറ്റീവിൽ എന്ത് ചെയ്യണം, നല്ലൊരു റിസൾട്ട് തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷേ ഇതിന് വിപരീതമായി സംഭവിക്കുമ്പോൾ, അതായത് ഫോർമാറ്റീവ് നല്ല റിസൾട്ടുള്ള ഒരു കുട്ടി അല്ലെങ്കിൽ നല്ല പെർഫോമൻസ് ഉള്ള ഒരു കുട്ടി സമ്മേറ്റീവ് അസസ്മെൻറ്റ് എത്തുമ്പോൾ പെർഫോമൻസ് ഡൗൺ ആയിട്ട് മാറുക, അല്ലെങ്കിൽ ഫോർമാറ്റീവ് അസസ്മെൻറ്റിൽ മോശമായിട്ടുള്ള കുട്ടി ചിലപ്പോൾ സമ്മേറ്റീവ് എത്തുമ്പോൾ വളരെ ഹൈ ആയിട്ടുള്ള ഒരു അസസ്മെൻറ്റ് റിസൾട്ട് കിട്ടുക. അങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു സിസ്റ്റം ഇഷ്യൂസിനാണ് അവിടെ പ്രോബ്ലം എന്ന് പറയുന്നത്. അതായത് അതൊരു അലൈൻമെൻറ്റ് അല്ലെങ്കിൽ ഒരു പാരലൽ ആയിട്ട് കൊഹിറൻ്റ്ലി ആ ഫോർമാറ്റീവ് ആൻഡ് സമ്മേറ്റീവ് ഒക്കെ
കീപ്പ് ചെയ്യണം എന്നാണ് സിസ്റ്റം ഇഷ്യൂസിൽ പറഞ്ഞു വെക്കുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അതർ ഇഷ്യൂസ് ഇൻ അസസ്മെൻറ്റിൽ വരുന്നതാണ് ബയാസ്. പലതരത്തിലുള്ള ബയാസ് നമ്മൾ ഇപ്പോൾ ടീച്ചേഴ്സിൻ്റെ ഇൻഫ്ലുവൻസോ അങ്ങനെയുള്ള കൾച്ചറലോ ജെൻഡറോ അങ്ങനെയുള്ള ബയാസ് പലപ്പോഴും വരുന്നുണ്ട്. അതിൽ വരുന്ന റേഷ്യൽ സ്റ്റീരിയോടൈപ്പിംഗ്, എക്സ്ക്ലൂഷൻ ഓഫ് വേരിയസ് ഗ്രൂപ്പ്സ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ വരുന്നതാണ് ഇനഡ്യൂക്കേറ്റ് ഫീഡ്ബാക്ക്. അതായത് കുട്ടികളിൽ നിന്ന് യാതൊരു തരത്തിലുള്ള ഫീഡ്ബാക്കും ഇല്ലാതെ എന്ത് ചെയ്യുകയാണ്, അസസ്മെൻറ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്ത് ചെയ്യുന്നത്, ഇതൊരു നല്ല അസസ്മെൻ്റ് അല്ല എന്നാണ് പറയുന്നത്. ദെൻ വരുന്നത് ഇവരുടെ ഗുഡ് ഫീഡ്ബാക്ക് എന്താണ്, പുവർ ഫീഡ്ബാക്ക് എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. ഗുഡ് ഫീഡ്ബാക്ക് ആകുമ്പോൾ അത് റെഗുലർ ആണ്, ടൈംലി ആയിരിക്കണം, വളരെ സിൻസിയർ, പേഴ്സണൽ, കൺസ്ട്രക്റ്റീവ് അങ്ങനെയൊക്കെയാണ് പറയുന്നത്. എന്നാൽ പുവർ ഫീഡ്ബാക്ക് എന്ന് വെച്ചാൽ ഇൻഫ്രീക്വൻറ്റ് അല്ലെങ്കിൽ ഇൻസിൻസിയർ, അഗ്രസീവ്, അൺകെയർ ആയിട്ടൊക്കെ പോകുന്നതാണ്. എന്നാൽ നമുക്ക് ഇൻഎഫക്റ്റീവ് ആൻഡ് എഫക്റ്റീവ് ഫീഡ്ബാക്ക് എന്താണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് വരുന്നത് വെച്ചാൽ ഓവർ എംഫസിസ് ഓൺ ടെസ്റ്റിംഗ്. അതായത് മാർക്ക് എന്നുള്ള വെച്ചാൽ അസസ്മെൻറ്റ് എന്ന് വെച്ചാൽ ഒരു എക്സാം ആയിട്ട് മാറുന്നു, അതായത് ടെസ്റ്റ് പേപ്പറായിട്ട് മാത്രമായിട്ട് മാറുന്നത് അസസ്മെൻറ്റിൻ്റെ ഒരു ഇഷ്യൂ ആയിട്ടാണ് കണക്കാക്കുന്നത്. ദെൻ സ്റ്റാൻഡർഡൈസേഷൻ ചാലഞ്ചസ്. പലപ്പോഴും അസസ്മെൻറ്റ് അതിൻ്റെ സ്റ്റാൻഡർഡൈസേഷൻ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് കാണിക്കാതിരിക്കുന്ന ഒരു ഇഷ്യൂ ആയിട്ട് മാറുന്നു. പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ അസസ്മെൻറ്റ് ഡിസൈൻ ഫ്ലോസ്. പലപ്പോഴും നമ്മൾ അസസ്മെൻറ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എന്ത് ചെയ്യുന്നു, അത് ഫ്ലോപ്പായിട്ട് അല്ലെങ്കിൽ അതിൽ പ്രോബ്ലംസ് വരുന്നു എന്നാണ് പറയുന്നത്. ഈ അസസ്മെൻറ്റ് ഡിസൈൻ ചെയ്യാനുള്ളൊരു മെത്തേഡ് ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് സ്റ്റേജസ് ഉണ്ട്. അതിൽ വരുന്നതാണ് നേരത്തെ പറഞ്ഞ പോലെ ആദ്യം അതെന്താണ് ലേണിംഗ് ഔട്ട്കം എന്നൊരു ധാരണ കുട്ടികൾക്ക് ഉണ്ടാക്കണം. എന്നിട്ടാണ് ഇൻസ്ട്രക്ഷൻ കൊടുക്കേണ്ടത്, എന്നിട്ട് ആസസ് ചെയ്യണം ലേണിംഗ്, എന്നിട്ടാണ് റിവ്യൂ ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഒക്കെ നടന്ന് ഫൈനലായിട്ട് റിസൾട്ട് ലാസ്റ്റാണ് വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫ്ലോപ്പായിട്ട് എന്തെങ്കിലും മാറുമ്പോൾ അത് അസസ്മെൻറ്റിനെ ബാധിക്കുന്നു എന്നാണ് പറഞ്ഞത്. ദെൻ ചീറ്റിംഗ് ആൻഡ് പ്ലാജിയാരിസം. ഓൾറെഡി നമുക്കറിയാം അസസ്മെൻറ്റ് നടത്തുമ്പോൾ കുട്ടികളുടെ ഭാഗത്തുനിന്നും പലതരത്തിലുള്ള ചീറ്റിങ്ങും പ്ലാജിയാരിസത്തിനും കാരണമാകുന്നുണ്ട്. അതും അസസ്മെൻറ്റിനെ വളരെ ദോഷമായിട്ടാണ് ബാധിക്കുന്നത്. ദെൻ നമുക്ക് പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ലിമിറ്റഡ് റേഞ്ച് ഓഫ് അസസ്മെൻറ്റ് ടൈപ്പ്. എപ്പോഴും എക്സാം എന്നുള്ള ഒരു ഇതിന് പുറമെ മറ്റ് തരത്തിലുള്ള റേഞ്ച് ഓഫ് അസസ്മെൻറ്റ് ടൈപ്പ് ഇല്ലാത്തത് എന്ത് ചെയ്യുന്നുണ്ട്, മേജർ ഇഷ്യൂസ് ഓഫ് ക്ലാസ് റൂം അസസ്മെൻറ്റ് തന്നെയാണ്. അതായത് ഇപ്പോൾ നമ്മൾ എക്സാമിന് പുറമെ അവരുടെ ആറ്റിറ്റ്യൂഡോ മോട്ടിവേഷനോ ടൈം മാനേജ്മെൻറ്റ്, ടീം വർക്ക്, സ്ട്രെസ് മാനേജ്മെൻറ്റ് അങ്ങനെയുള്ള അവരുടെ കോൺഫിഡൻസ് ഒക്കെ വെച്ചിട്ട് അസസ്മെൻറ്റ് നടത്തണം എന്നാണ് പറഞ്ഞത്. ദെൻ മറ്റൊരു ഇഷ്യൂ ആണ്, പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ് ടൈം കൺസ്ട്രെയിൻസ്. എന്താണ് ടൈം കൺസ്ട്രെയിൻസ്? ഒരു ലിമിറ്റഡ് ടൈമിൽ നമ്മൾ അസസ്മെൻറ്റ് നടത്തുന്നത് പലപ്പോഴും ഒരു ഇഷ്യൂ ആയിട്ട് വരുന്നുണ്ട്. അത് പലതരത്തിലുള്ള ടൈം കൺസ്ട്രെയിൻസ് ഉണ്ട്. പെർഫോമൻസ് കൺസ്ട്രെയിൻസ് ഉണ്ട്, ബിഹേവിയറൽ കൺസ്ട്രെയിൻസ് എന്നാണ് പറയുന്നത്. പെർഫോമൻസ് എന്ന് വെച്ചാൽ ഇമ്പോസ് ഓൺ ദ റെസ്പോൺസ് ഓഫ് സിസ്റ്റം ആണ്. ബിഹേവിയറൽ എന്ന് വെച്ചാൽ ഇമ്പോസ് ഓൺ സ്റ്റിമുലൈ ജനറേറ്റഡ് ബൈ ദ എൻവയോൺമെൻറ്റ് എന്നാണ് പറയുന്നത്. ഇത് കൂടാതെ പെർഫോമൻസിനെ ഡെഡ്ലൈൻ കൺസ്ട്രെയിൻസ് എന്നും ഡിലേ കൺസ്ട്രെയിൻസ് എന്നും ഡ്യൂറേഷൻ കൺസ്ട്രെയിൻസ് എന്നൊക്കെ പറഞ്ഞ് തരംതിരിക്കാവുന്നതാണ്. ദെൻ ഇനഡ്യൂക്കേറ്റ് ടെക്നോളജി ഇൻ്റഗ്രേഷൻ. അതായത് ടെക്നോളജി ഒന്നും ഇല്ലാത്തത് അസസ്മെൻറ്റിന് വളരെ ഇഷ്യൂ ആയിട്ട് മാറുന്നുണ്ടെന്നാണ് പറയുന്നത്. മാത്രമല്ല ബാരിയേഴ്സ് ടു ടെക്നോളജി ഇൻ്റഗ്രേഷനിൽ വരുന്ന ലാക്ക് ഓഫ് ട്രെയിനിങ്, അതുകൂടാതെ ഇപ്പോൾ സ്റ്റുഡൻസിലായാലും ടീച്ചേഴ്സിനായാലും അസസ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് കിട്ടാത്തത്, പിന്നെ എന്ന് വെച്ചാൽ ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ്, അതിനാവശ്യമായിട്ടുള്ള ബഡ്ജറ്റ് ഇല്ലാത്തത്, ലാക്ക് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ട് അങ്ങനെയൊക്കെ ഉള്ളത് ഇന്ന് അസസ്മെൻറ്റിൻ്റെ ഒരു ഇഷ്യൂ ആയിട്ട് തുടർന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ദെൻ വരുന്നതാണ് ഇൻകൺസിസ്റ്റൻസി ഇൻ ഗ്രേഡിങ്. നമ്മൾ പറഞ്ഞു റിലയബിലിറ്റി എന്ന് വെച്ചാൽ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യണം. അപ്പോൾ ഈ ഗ്രേഡിങ്ങിലൊന്നും ഒരു ഇൻകൺസിസ്റ്റൻസി ഇല്ലാതെ ഒരു ടൈം മാനേജ്മെൻ്റ് ഒന്നും ഇല്ലാതെ ഇത്തരത്തിൽ ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു അസസ്മെൻ്റ് ആണ് ഇഷ്യൂസ് ഓഫ് ക്ലാസ് റൂം അസസ്മെൻറ്റിൽ വരുന്ന മറ്റൊന്ന്. പിന്നെ ഒരു സ്റ്റാൻഡേർഡ് ബേസ്ഡ് ഗ്രേഡിംഗ് നടത്താനുള്ള സ്റ്റെപ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലേൺ ദ സ്റ്റാൻഡേർഡ്, എക്സ്പ്ലെയിൻ ദ സിസ്റ്റം, ഡിഫൈനിങ് ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക, ഡെവലപ്പിംഗ് ഒരു ഗ്രേഡിംഗ് സ്കെയിൽ എന്താണെന്ന് കുട്ടികൾക്ക് ധാരണ കൊടുക്കുക, എന്നിട്ട് ആ ഗ്രേഡിംഗ് ക്രൈറ്റീരിയ, എംഫസിസ് ഓഫ് ഫോർമാറ്റീവ് അസസ്മെൻറ്റ്, അതായത് ഓരോ ഘട്ടത്തിലുള്ള അസസ്മെൻറ്റിന് പ്രാധാന്യമുണ്ടെന്നും അങ്ങനെയുള്ള അസസ്മെൻറ്റിനെ കുറിച്ച് കുട്ടികൾക്ക് കൂടുതൽ ധാരണ ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് അസസ്മെൻറ്റിൻ്റെ ഇഷ്യൂ മറികടക്കാനുള്ളൊരു ഇതെന്നാണ് പറയുന്നത്. ദെൻ ലാക്ക് ഓഫ് സ്റ്റുഡൻറ്റ് എൻഗേജ്മെൻറ്റ്. അതായത് അസസ്മെൻറ്റിൽ സ്റ്റുഡൻറ്റ് എൻഗേജ്മെൻറ്റ് ഇല്ലാതെ ടീച്ചർ ഇൻവോൾവ്മെൻറ്റിലൂടെ മാത്രം അസസ്മെൻറ്റ് നടത്തുന്നത് ഒരു ഇഷ്യൂ ആയിട്ടാണ് ഇപ്പോൾ പറയുന്നത്. ദെൻ നമുക്ക് പറയുന്നതാണ് ഇനീക്വാലിറ്റി ഇൻ റിസോഴ്സ്. അതായത് പലപ്പോഴും നമുക്കറിയാം ഇനീക്വാലിറ്റി നമ്മുടെ സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന, ഇപ്പോൾ എക്കണോമിക്കലായിട്ടും സോഷ്യൽ അങ്ങനെ പലതരത്തിൽ. അപ്പോൾ ഒരു റിച്ച് ആയിട്ടുള്ള കുട്ടിക്ക് കിട്ടുന്ന റിസോഴ്സ് ആയിരിക്കില്ല ഒരു കോമൺ മാൻ്റെ കുട്ടിക്ക് കിട്ടുന്നത്. അപ്പോൾ അത്തരത്തിൽ ഇനീക്വാലിറ്റി ആ കുട്ടിയുടെ പഠിക്കുന്ന റിസോഴ്സും അല്ലെങ്കിൽ അവർ തമ്മിലുള്ള റിസോഴ്സ് അല്ലെങ്കിൽ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ തമ്മിൽ കിട്ടുന്നതൊക്കെ അവൈലബിലിറ്റി ഒക്കെ ഡിഫറെൻ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അസസ്മെൻറ്റിനെയും ബാധിക്കുന്നുണ്ട്.
അപ്പോൾ ഈ ഒരു ധാരണ ഒരു ടീച്ചേഴ്സിനെ വേണം, അല്ലെങ്കിൽ ഇതും ഒരു വളരെ പ്രധാനപ്പെട്ട ഇഷ്യൂ ആയിട്ട് ഇന്ന് നിലനിൽക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ദെൻ നമുക്ക് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അസസ്മെൻറ്റ് ആങ്സൈറ്റി. അതായത് കുട്ടികൾക്കായാലും ടീച്ചേഴ്സിനായാലും പലതരത്തിലുള്ള അസസ്മെൻറ്റിൻ്റെ ടെൻഷൻ, സ്ട്രെസ്സ് അങ്ങനെയുള്ളതൊക്കെ എന്ത് ചെയ്യുന്നു, അസസ്മെൻറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ്. കുട്ടികൾക്കാണ് വെച്ചാൽ ഇപ്പോൾ അസസ്മെൻറ്റ് സമയത്ത് നോസിയ, ആങ്കർ, ഹെഡേക്ക് അങ്ങനെയുള്ളതൊക്കെ കുട്ടികളുടെ പെർഫോമൻസിനെ അല്ലെങ്കിൽ അവരുടെ കറക്റ്റ് ആയിട്ടുള്ള അസസ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടാകുന്നതെന്നാണ് പറയുന്നത്. ദെൻ ഇൻസഫിഷ്യൻറ്റ് ട്രെയിനിങ് ഓഫ് എഡ്യൂക്കേറ്റേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ട്രെയിനിങ് ഓഫ് എഡ്യൂക്കേറ്റേഴ്സിന് എന്ത് ചെയ്യുന്നില്ല, എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് കിട്ടാത്തതും അസസ്മെൻറ്റിൻ്റെ ഒരു പ്രോബ്ലം ആയിട്ടാണ് വരുന്നത്. പിന്നെ എന്താണ്, ഇൻക്ലൂഷൻ ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് വേണമെന്നാണ് പറയുന്നത്. അതായത് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് നോക്കാതെ വെറും എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് മാത്രം അസസ് ചെയ്യുന്നത് പാടില്ല. കുട്ടികളുടെ ലിംഗ്വിസ്റ്റിക് ആയിട്ടും ലോജിക്കലായിട്ടും നാച്ചുറലിസ്റ്റിക് ആയിട്ടും ഇൻട്രാപേഴ്സണൽ, വിഷ്വൽ, കിനസ്തറ്റിക് എന്നിങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ആസ്പെക്ട്സിലുള്ള ഒരു ഇതായിരിക്കണം നമ്മുടെ അസസ്മെൻറ്റിൽ വരേണ്ടതെന്നാണ് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് റീഫോംസ് ഇൻ അസസ്മെൻ്റ് ആണ്. ഇപ്പോൾ ഇഷ്യൂസ് പലതും പറഞ്ഞു, പക്ഷേ അങ്ങനെ ഇഷ്യൂസ് നിലനിൽക്കുമ്പോഴും ഇപ്പോൾ പലതരത്തിലുള്ള റീഫോംസ് ഇതൊക്കെ മറികടക്കാൻ, അല്ലെങ്കിൽ ഇന്നിപ്പോൾ അസസ്മെൻറ്റിൽ പലതരത്തിലുള്ള റീഫോംസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് വരുന്നത് ഏതാണെന്ന് വെച്ചാൽ ഓപ്പൺ ബുക്ക് അസസ്മെൻ്റ് ആണ്. ഓപ്പൺ ബുക്ക് അസസ്മെൻ്റ് എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താണ്, ഓപ്പൺ ആയിട്ട് ബുക്ക് തുറന്ന് വെച്ച് എക്സാം എഴുതുന്ന ഒരവസ്ഥ. ഇപ്പോൾ പല CBSE സ്കൂൾസൊക്കെ ഇങ്ങനെ ആക്കുന്നുണ്ടെന്ന് നമുക്കറിയാവുന്നതാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ അത് റെസ്ട്രിക്റ്റഡും അൺറെസ്ട്രിക്റ്റഡ് എന്ന് വെച്ചാൽ അത് രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. റെസ്ട്രിക്റ്റഡ് എന്ന് വെച്ചാൽ ടീച്ചേഴ്സ് അലോ ചെയ്യുന്ന അതേ മെറ്റീരിയൽസാണ് എക്സാമിന് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അൺറെസ്ട്രിക്റ്റഡ് എന്ന് വെച്ചാൽ റെസ്ട്രിക്ഷൻ ഇല്ല, നമുക്കിഷ്ടപ്പെട്ട ബുക്ക് വെച്ചിട്ട് നമുക്ക് എക്സാമിന് പോവാം, അല്ലെങ്കിൽ അസസ്മെൻറ്റ് നടത്തുന്ന സമയത്ത് പോകാമെന്നാണ്. മെറിറ്റ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ റോഡ് മെമ്മറി അങ്ങനത്തെയുള്ള സിസ്റ്റമൊക്കെ ഇല്ലാതാവും. മാത്രമല്ല പെട്ടെന്ന് സെൽഫ് സ്റ്റഡി ഹാബിറ്റ്സ്, കൂടുതൽ ലോജിക്കൽ തിങ്കിങ് ഒക്കെ വരുമെന്നാണ് പറഞ്ഞത്. ഡിമെറിറ്റ്സ് എന്ന് വെച്ചാൽ വളരെ ടൈം കൺസ്യൂമിങ് ആണ്. മാത്രമല്ല എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ലെസ് ഇമ്പോർട്ടൻറ്റ് ടു റോട്ട് മെമ്മറൈസേഷൻ എന്നാണ് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളതാണ് ഓൺലൈൻ അസസ്മെൻറ്റ് എന്നാണ്. എന്താണ് ഓൺലൈൻ അസസ്മെൻറ്റ് എന്ന് വെച്ചാൽ കണ്ടക്ടിങ് എക്സാമിനേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ഇൻ്റർനെറ്റ്. നമുക്കറിയാമല്ലേ, ഇൻ്റർനെറ്റ് വെച്ചിട്ട് പലതരത്തിലുള്ള എക്സാംസ് നമ്മൾ എഴുതുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഓൺലൈൻ അസസ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ന്യൂ ടെക്നിക് ഓഫ് കണ്ടക്ട് അസസ്മെൻറ്റ് ഓർ എക്സാമിനേഷൻ എന്നാണ് പറയുന്നത്. ഇനി അടുത്ത നമുക്ക് പറയാം, ഈ ഓൺലൈൻ അസസ്മെൻറ്റ് എന്തൊക്കെയാണ് മെറിറ്റ്സ് ഒന്ന് ആലോചിച്ച് നമുക്ക് കിട്ടാവുന്നതാണ്. നമുക്കറിയാം വളരെ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടുന്നു. പിന്നെ മാത്രമല്ല വളരെ ഈസിയർ ആയിട്ട് ടൈം സേവ് ചെയ്യാൻ പറ്റുന്നു. റെഡ്യൂസ് ദ ചാൻസ് ഓഫ് കോപ്പിങ് എന്നൊക്കെയാണ് വന്നത്. എന്നാൽ ഡിമെറിറ്റ്സ് എന്ന് വെച്ചാൽ എല്ലാ കുട്ടികൾക്കും ടീച്ചേഴ്സിനും ഈ ടെക്നോളജി അധികം വശം ഉണ്ടായിരിക്കില്ല. മാത്രമല്ല അവൈലബിലിറ്റി ഇൻ്റർനെറ്റ് ഫെസിലിറ്റീസും പലപ്പോഴും പല ഏരിയയിൽ ഇരിക്കുമ്പോൾ അത് കുറയുന്നതും ഒരു മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സിൽ വരുന്നുണ്ട്. ദെൻ ഓൺ ഡിമാൻഡ് അസസ്മെൻറ്റ്. ഓൺ ഡിമാൻഡ് എന്ന് വെച്ചാൽ അസസ്മെൻറ്റ് കണ്ടക്റ്റഡ് ഓൺ ദ ഡിമാൻഡ് ഓഫ് ദ ലേണർ. ഇറ്റ് ക്യാൻ ബി അഡ്മിനിസ്ട്രേറ്റ് ടു എ സിംഗിൾ സ്റ്റുഡൻറ്റ് ആൻഡ് എ ഹോൾ ക്ലാസ് എന്നാണ് പറഞ്ഞത്. ഇറ്റ് ഇനേബിൾ ടു കണ്ടക്ട് അസസ്മെൻറ്റ് ഇൻ എ റിലയബിൾ ആൻഡ് സ്റ്റാൻഡർഡൈസ്ഡ് മാനർ എന്നാണ് പറഞ്ഞത്. അതായത് സിമ്പിളി നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ ഈ ഓൺ ഡിമാൻഡ് അസസ്മെൻറ്റ് എന്ന് വെച്ചാൽ കുട്ടികളുടെ ഡിമാൻഡിനനുസരിച്ച് കുട്ടികൾ പറയുകയാണ് എനിക്കിപ്പോൾ എക്സാം വേണ്ട, അല്ലെങ്കിൽ ആ എക്സാം ഇപ്പോൾ നടത്തണ്ട, അങ്ങനെയുള്ള ആ ഡിമാൻഡ് വെച്ചിട്ട് എക്സാം നടത്തുന്നതിനെയാണ് ഓൺ ഡിമാൻഡ് എന്ന് പറയുന്നത്. നോ ലിമിറ്റേഷൻ ടു അറ്റൻഡ് ക്യാൻ റിട്ടേൺ എക്സാമിനേഷൻ വെൻ സ്റ്റുഡൻറ്റ് ഈസ് തിങ്ക് ഇഫ് ഈസ് റിട്ടേൺ ആൾ തിങ് എന്നാണ് പറഞ്ഞത്. ഇത് പ്രധാനമായിട്ട് രണ്ട് തരത്തിൽ കമ്പ്യൂട്ടർ അഡാപ്റ്റീവ് ടെസ്റ്റ് ഉണ്ട്. ഡെലിവർ സെറ്റ്സ് ഓഫ് ക്വസ്റ്റ്യൻ ടു സ്റ്റുഡൻറ്റ് ദാറ്റ് വെരി അക്കോർഡിംഗ് ടു സ്റ്റുഡൻറ്റ് എബിലിറ്റി. ദെൻ വരുന്നതാണ് ലൈനർ ടെസ്റ്റ്. ലൈനർ ടെസ്റ്റ് എന്ന് വെച്ചാൽ കുട്ടികൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് അവർക്ക് ഓൾറെഡി കൊടുത്തുകൊണ്ട് അതേ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് എന്ത് ചെയ്യാണ് എക്സാം നടത്തുന്നതാണ്. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് അതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ആണ്. മെറിറ്റ്സ് എന്ന് വെച്ചാൽ കണ്ടക്ട് എക്സാം ഹി ഓർ ഷീ ഈസ് റെഡി, അല്ലെങ്കിൽ ഡാറ്റ ചൂസ് ബൈ ലേണിംഗ്, പ്രൊവൈഡ് ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക്, ടൈം സേവിങ്, റിമൂവ് ആൻഡ് മാൾ പ്രാക്ടീസ് ആണ്. ഡിമെറിറ്റ്സ് എന്ന് വെച്ചാൽ അൺഫെയർ ചെക്കിംഗ് ഓഫ് എക്സാംസ്, വെരി സ്ലോ സർവീസസ്, അല്ലെങ്കിൽ മച്ച് ഫ്രീഡം ഈസ് പ്രൊവൈഡഡ് ടു സ്റ്റുഡൻസ്. അതായത് കുട്ടികൾക്ക് അവരുടെ എക്സാം നടത്തുന്നതിന് അവർക്ക് കൂടുതലായിട്ട് ഫ്രീഡം കൊടുക്കുക എന്നാണ് പറഞ്ഞത്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് അസസ്മെൻറ്റ് എന്ന് വെച്ചാൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യാണ് അസസ്മെൻറ്റ് നടത്തുന്നതാണ്. എഡ്യൂക്കേഷൻ ഡിസൈൻ ആൻഡ് ഇവാലുവേറ്റ് ദെയർ ഓൺ പ്രോസസ്സ് എന്നാണ് അസസ്മെൻറ്റ് പ്രോഗ്രാം എന്നാണ്. ഇനി ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് IBA, അതായത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അവരുടെ അസസ്മെൻറ്റ് നടത്തുമ്പോൾ ടീച്ചേഴ്സും സ്റ്റുഡൻസും തമ്മിൽ വളരെയധികം ഒരു പാസീവ് ലിസണറായിട്ട് പോയിക്കൊണ്ടിരിക്കണം. പിന്നെ ആ ഒരു ടീച്ചർ മസ്റ്റ് എൻഷുർ ദാറ്റ് അസസ്മെൻറ്റ് ബിക്കംസ് ആൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറഞ്ഞത്. പിന്നെ ഡെവലപ്മെൻറ്റ് ഓഫ് ഡാറ്റാബേസ് ആൻഡ് പ്രോഗ്രസ് ഓഫ് സ്റ്റുഡൻറ്റ്. ആ അസസ്മെൻറ്റ് സ്റ്റുഡൻറ്റിന് വളരെയധികം എന്തായിരിക്കണം, ഗുണമായിരിക്കണം. മാത്രമല്ല IBA ഷുഡ് ബി ഇൻസ്റ്റിറ്റ്യൂഷൻ സ്പെസിഫിക് ആയിരിക്കണം.
ഈ ഫാക്ടേഴ്സ് കൺസിഡർ എന്തെന്ന് വെച്ചാൽ ക്ലാസ് റൂം അറ്റൻഡൻസും ക്ലാസ് റൂമിലെ ഒബ്സർവേഷനും പ്രാക്ടിക്കൽ ആൻഡ് ലബോറട്ടറി ആൻഡ് ലൈബ്രറി അസൈൻമെൻ്റ് ഒക്കെ ആണ് ഇതിൽ കൺസിഡർ ചെയ്യുന്ന ഫാക്ട്സ്. ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ള അതർ റീഫോംസ് ഇൻ അസസ്മെൻ്റ് ആണ്. അതർ റീഫോംസിൽ പ്രധാനമായിട്ട് വരുന്നതാണ് ഹോം ടെസ്റ്റ്, ഗ്രൂപ്പ് എക്സാം, പെയ്ഡ് ടെസ്റ്റിംഗ്, ക്വസ്റ്റ്യൻ ബാങ്ക് സിസ്റ്റം. ഹോം ടെസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? നമുക്കറിയാം, വീട്ടിലിരുന്ന് എക്സാം എഴുതുക, അങ്ങനെയുള്ള ഒരു സിസ്റ്റം ഇപ്പോൾ ഉണ്ട്. ഗ്രൂപ്പ് എക്സാംസ്, പെയ്ഡ് ടെസ്റ്റിംഗ്, ക്വസ്റ്റ്യൻ ബാങ്ക് സിസ്റ്റം, ഇതൊക്കെയാണ് ജസ്റ്റ് പറഞ്ഞു വെച്ചെന്നുള്ളൂ. ഇതിനും അതിൻ്റേതായിട്ടുള്ള മെറിറ്റ്സും ഡിമെറിറ്റ്സും ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ട് കാണപ്പെടുന്ന റീഫോംസ് ഇൻ അസസ്മെൻറ്റ്. ഏതൊക്കെയായിരുന്നു ഒന്നുകൂടെ പറയുകയാണെന്ന് വെച്ചാൽ, ഓപ്പൺ ബുക്ക് അസസ്മെൻ്റ് ഉണ്ട്, അതായത് നമുക്ക് ബുക്ക് ഓപ്പൺ ചെയ്തുകൊണ്ട് എക്സാം എഴുതാൻ പറ്റുന്നു. അതിന് മെറിറ്റ്സും ഡിമെറിറ്റ്സും പറഞ്ഞു. ദെൻ നമുക്ക് വരുന്നതാണ് ഓൺലൈൻ അസസ്മെൻ്റ് ഉണ്ട്. ഓൺലൈൻ അസസ്മെൻ്റ് എന്ന് വെച്ചാൽ ഓൺലൈൻ മീഡിയ വഴി നമ്മൾ എക്സാം നടത്തുന്നു, അതുവഴി നമ്മൾ അസസ്മെൻറ്റ് നടത്തുന്നു. പിന്നെ ഓൺ ഡിമാൻഡ് എന്ന് വെച്ചാൽ പ്രധാനമായിട്ടും ഒരു ഡിമാൻഡ് വെച്ചിട്ട്, കുട്ടികളുടെ ഡിമാൻഡിനനുസരിച്ചിട്ട് നമ്മൾ അസസ്മെൻറ്റ് നടത്തുന്നതാണ്. പിന്നെ വരുന്നത് എന്ന് വെച്ചാൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് അസസ്മെൻ്റ് ഉണ്ട്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്നു, അവരുടേതായിട്ടുള്ള അസസ്മെൻറ്റ് ക്രൈറ്റീരിയ വെച്ചിട്ട് അസസ് ചെയ്യുന്നു കുട്ടികളെ എന്നാണ് പറയുന്നത്. ദെൻ നമുക്ക് പഠിക്കാനുള്ളതാണ് ഗ്രൂപ്പ് എക്സാംസ് അല്ലെങ്കിൽ ഹോം ടെസ്റ്റ്, പെയ്ഡ് ടെസ്റ്റിംഗ്, ക്വസ്റ്റ്യൻ ബാങ്ക് സിസ്റ്റം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ടോപ്പിക്ക്. അപ്പോൾ നമ്മൾ മേജർ ഇഷ്യൂസ് ഓഫ് ക്ലാസ് റൂം അസസ്മെൻറ്റും അതുകൂടാതെ റീഫോംസും പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഈ PPT നന്നായി വായിക്കുക. ഓക്കെ, താങ്ക് യു.